അസ്സലാമു അലൈക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി എവിടെ നോക്കിയാലും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. 3 തവണകളിലായി 3 ആത്മഹത്യകൾ സംഭവിക്കുകയുണ്ടായി. 3 പെൺകുട്ടികളുടെ ആത്മഹത്യകൾ. ആ 3 പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞ സ്ത്രീകളായിരുന്നു. ആ 3 പെൺകുട്ടികളും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടത്. നിറം കറുത്തുപോയി, ഇംഗ്ലീഷ് അറിയില്ല തുടങ്ങിയ രീതിയിൽ നിരന്തരമായി ഭർത്താവിൻ്റെ ആക്ഷേപങ്ങളും കളിയാക്കലുകളും സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വിഷ്ണുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഭർത്താവിൻ്റെ നിരന്തരമായ ആക്ഷേപങ്ങളും കളിയാക്കലുകളും പീഡനങ്ങളും സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തത്. വീണ്ടും അതേ മലപ്പുറത്തു നിന്നും മറ്റൊരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്യുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഷൈമ സിനിവർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. ആ പെൺകുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് വെറും 3 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കാതിരിക്കുകയാണ്. അതിനിടയിലാണ് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ പെൺകുട്ടി തൻ്റെ സ്വന്തം ജീവനെടുക്കുന്നത്. ഉപ്പയില്ലാത്തൊരു പൊന്നുമോളാണ്. ഉപ്പയുടെ മരണശേഷം ഈ പെൺകുട്ടി താമസിക്കുന്നത് തൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആ പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഈ വിവാഹത്തിന് ആ പെൺകുട്ടിക്ക് സമ്മതമില്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മാത്രവുമല്ല, തൊട്ടടുത്ത വീട്ടിലെ അയൽവാസിയായ 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമായെന്നാണ് പറയപ്പെടുന്നത്. ഈ പെൺകുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അയൽവാസിയായ പ്രണയത്തിലായിരുന്ന ആ ചെറുപ്പക്കാരനും കൈമുറിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. +2 ശേഷം PSC കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിലായിരുന്നു ആ പെൺകുട്ടി. നോക്കൂ, ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വാർത്തകൾ ചെയ്യുമ്പോഴും ആത്മഹത്യ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന വലിയ അപകടത്തെക്കുറിച്ചും ആ നഷ്ടത്തെക്കുറിച്ചും നിരന്തരമായി ഞാൻ പറഞ്ഞു വയ്ക്കാറുണ്ട്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമല്ല, അത് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കി വെക്കുകയുള്ളൂ എന്ന് നിരന്തരമായി ഞാൻ പറയാറുണ്ട്. കാരണം നാം നമ്മുടെ സ്വന്തം ജീവനെടുക്കുമ്പോൾ നാം അവിടെ വിജയിക്കുകയല്ല, പകരം തോൽക്കുകയാണ്. നമ്മുടെ ശത്രുക്കൾക്ക് മുന്നിൽ നാം തോറ്റുമടങ്ങുകയാണ്. എത്ര വലിയ ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലും അടിപതറാതെ ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോഴാണ് നാം യഥാർത്ഥ വിജയിയായി മാറുന്നത്. നാം ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രമല്ല നഷ്ടം, നമ്മളെ സ്നേഹിക്കുന്നവർക്കും അത് വലിയ നഷ്ടമുണ്ടാക്കുകയാണ്. ഇവിടെ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെയാണ് വിവാഹം കഴിച്ചത് എന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്നുമുണ്ടായ അവരുടെ തീരുമാനം, അവരുടെ പ്രവർത്തനം വലിയ തെറ്റ് തന്നെയാണ്. നോക്കൊരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഒരിക്കലും അവളുടെ വിവാഹം ഉറപ്പിക്കാൻ പാടുള്ളതല്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഇസ്ലാമിന്റെ വിധിവിലക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കന്യകയായ ഒരു പെൺകുട്ടി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയുണ്ടായി. പിതാവ് എനിക്ക് താല്പര്യമില്ലാതെ എന്നെ വിവാഹം കഴിപ്പിച്ചു എന്നതായിരുന്നു പ്രശ്നം. ഉടനടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവളുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിരുന്നു പറഞ്ഞത്. അബൂ ദാവൂദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ മറ്റൊരുത്തന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള ചില വിധിവിലക്കുകൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കാതെ ഒരുപക്ഷെ പല വീട്ടുകാരും ഇത്തരത്തിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാറുണ്ട്. ഇനി ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്തു കൊടുത്താൽ പോലും അവളുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനും അതിജീവിക്കാനുമുള്ള മനസ്സ്, ശക്തി, ആത്മവിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ.